നമ്മളവിടെ ചാൻസ് ഇല്ല. എടാ അങ്ങോട്ട് കണ്ടടാ കണ്ട് നമ്മള് ഭക്തി മാർഗത്തിലാണ് നമ്മള് നേരെ പറിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പറഞ്ഞില്ല. ഹലോ ഗൈസ്, നമ്മൾ ഭക്തി മാർഗത്തിലാണ്. പറശ്ശിനിയിലേക്ക് കുട്ടു അപ്പു ഉണ്ണി പാടി മറ്റേ ഗായ്സ് കോപ്പിറൈറ്റ് കിട്ടുക അറിയില്ല പാട്ടെല്ലാം വെച്ചിട്ട്. നമ്മളെല്ലാം വൈബ് ചില്ല് മൂടായിട്ടാണ് പോകുന്നത്. നമ്മളെപ്പെങ്കിലും ഇങ്ങനെയെല്ലാം കറങ്ങാൻ പോകും. നമ്മളെല്ലാം തന്നെ ലേറ്റായിട്ടല്ലേ. അഭിയാണെങ്കിൽ മെല്ലിയ കാർ ഓടിക്കൂ 20 കിലോമീറ്റർ സ്പീഡിൽ. രാത്രിയായതുകൊണ്ട് നമുക്കായിരിക്കും കറക്റ്റ് വഴിയൊന്നും അറിയില്ല. മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാവരും ഒരുപോലത്തെ ആയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തപ്പം മടപ്പേടിക്കണോ എടാ ഇവനെ 10 കളിക്കുന്നുണ്ട്. ഇനി 10 കിലോമീറ്ററാ എത്ര കാണിക്കുന്നു? 8. ഇവൻ നേരത്തെ ബാറാ നോക്കിനി. പിന്നെ എവിടുന്നാ തിരിയണ്ടേ? തളിപ്പറമ്പിലെ കൂടി കൂടി പോണ്ടേ? അതെനക്കറിയാം. തളിപ്പറമ്പിൽ ഏത് ഭാഗം, പറശ്ശിനിക്കട ഏത് ഭാഗം? എവിടെ പോവാൻ? വീടിന് എങ്ങോട്ടായിരുന്നേ? എങ്ങോട്ടാ തെറ്റിക്കോ? ഞാൻ അടുത്തോട്ട് വലത്തോട്ടല്ലേ കൊണ്ടുവന്ന വലത്തോട്ടേക്ക് കണക്ക് കുട്ടുവന്നിട്ട് വരെ 6 കാണൂല പോയായിരുന്നു. കുറുമാത്തൂര് വരണ്ടേ? ഇത് കുറുമാത്തൂര് വൈദ്യശാലയില്ലേ, അതിന്റെ അടുത്തേ കൂടി പോകും നമ്മള്. നമ്മളിപ്പം കറങ്ങിറങ്ങി വരണ്ട് ഇറങ്ങിയിട്ട് മൂക്കി പിടിക്കുക. ആകെ കണക്ക് നേരത്തെ ആകെ 6 കിലോമീറ്റർ വന്ന്. പിന്നെ നല്ല റോഡിലേക്ക് കൂടി നമുക്ക് പറശ്ശിനിക്കടയിലോട്ട് പോകേണ്ടത്. ഇതിനിപ്പോ കുറുമാത്തൂർ എത്തും. ആടൊന്ന് ഞായറാഴ്ച എന്നെ വിളിച്ചില്ലേ? നമുക്ക് വീടാ ആ വീട്ടില് കുട്ടിനെ വിളിച്ചിട്ട് നമ്മൾ തുഴഞ്ഞ് ഇപ്പം വിസ്മയ പാർക്കിൻ്റെ അടുക്ക് എത്തിയ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ആടെ ഇപ്പോൾ ഉത്സവമായതുകൊണ്ട് നല്ല തിരക്കെല്ലാം ഉണ്ടാവും. വണ്ടിയെല്ലാം വെക്കാൻ സ്ഥലം ഉണ്ടാവും അറിയില്ല. കുറേ വണ്ടിയെല്ലാം പോകുന്ന കാണുന്നുണ്ട്. എന്നിട്ട് തിരക്കിന് കുറവൊന്നുമില്ലല്ലോ. ഇടിയെല്ലാം വണ്ടിയല്ലേ? അല്ല നമുക്ക് ചെന്നോക്കാം, ചിലപ്പോൾ ഉള്ളിലുണ്ടാവണം, പറയാൻ പറ്റില്ല. വണ്ടി ഇപ്പൊ ഇഷ്ടം പോലെ ബാറ് കാണുമ്പോൾ ഞാൻ മുട്ട് പറഞ്ഞു നമുക്കില്ല പോവാ. അടുത്തായ വണ്ടി വെക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ചെരുപ്പ് വണ്ടി തന്നെ വെക്കുന്നല്ലേ. പുറത്തിറക്കിയാല് ആരെങ്കിലും മാടിക്കൊണ്ടുപോകും. പിന്നെ കുട്ടു വലിച്ചെടുത്തു. കുട്ടു ചിലപ്പോ ചെരുപ്പ് എടുത്ത് തന്നെ മാറ്റിയെടുക്കാം. കൂട്ടോ അഞ്ചേകാരം എടുത്തെങ്കിലും കളി ഉണ്ടാകുക. അതിനുള്ളിൽ പാർക്കിംഗ് അതിലൂടെ ആണ്ടേ അത് കഴിഞ്ഞ് സൈഡാക്കി വെക്കട്ടെ. ഇവിടെ നോ പാർക്കിംഗ് അതാടാ ബോർഡ് പിന്നെ വെറുതെ വെച്ചാ. അപ്പൊ അതിനടിച്ചു തരും. ആ പിന്നെ അതിനേക്കാട് നല്ല 20 രൂപയ്ക്ക് ആടുന്ന് കുറിച്ചിട്ട് അങ്ങ് കിട്ടും. അന്ന് താഴെ ഇനി വണ്ടി വെക്കേണ്ട സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. താഴെ വണ്ടി നമ്മളെപ്പം വെക്കുന്ന സ്ഥലമല്ലേ അവിടെ വണ്ടി വെക്കുന്ന സ്ഥലം. ഇന്ന് കാലത്തെ ആദ്യമായിട്ട് ഈ പരിപാടിക്ക് വരുന്നതല്ലേ. ഇതിനുള്ളിൽ വണ്ടി വെക്കുന്ന സ്ഥലം ആ കാറിലെ സ്ഥലത്ത്. ഇത് തിരക്കില്ലാത്ത കണ്ണൂർ കോക്ടെയിൽ ഇല്ല. കണ്ണൂർ കോക്ടെയിൽ ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കയറ്റും. പ്രൈവറ്റ് പാർക്കിംഗ് നമ്മൾ വരണ്ടിട്ട് തിരിച്ചോട്
പോലടാ അങ്ങോട്ടൊക്കെ സ്ഥലമൊന്നുമില്ല. എടാ ഒന്നി നാളെ കയറ്റി മേക്കോട് ആക്കറാടി. പോടായിരുന്നു നമ്മളെവിടെയോ ബ്ലോക്ക് ആക്കിയില്ലേ, അതിന്റെ അത്ര ഇല്ല അല്ലേ റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് ആക്കിയതാ. എന്റെ മോനെ അങ്ങോട്ടേക്ക് പോയാലും നടക്കൂല ടാവി. എന്നാ അതിലെ പോട്, അതില് കാർ പോകണ്ടല്ലോ. എടാ അവിടെ വെക്കാൻ സൗണ്ട് അങ്ങനെ എന്തോ എടാ, അങ്ങോട്ട് വിട്, കണ്ടടാ കണ്ട് ഒരു വായുമില്ല. അപ്പൊ ആണുങ്ങളാവുന്നത് ഇറങ്ങിത്തയ്യ, പിന്നെന്ത് പാന്ന്. മോൻ എത്ര നേരം പരുന്നല്ലേ. എടാ താത്തിക്ക് ബിയറിന് പോയിക്ക നേരെ ഓരോ ആടെ നിർത്തിക്കോ പറയും. പൈസ കൊടുക്കണം എന്തായാലും. പാർക്കിന് ആടെ പൈസ ഒന്നും വേണ്ട, ബാറിൽ പൈസ ടോക്കൺ എടുത്തിട്ട് വരുന്നത്. നമുക്കിവിടെ കുറച്ച് സ്ഥലം എടുത്തിട്ട് അങ്ങോട്ട് പാർക്കിങ്ങിന് വീട്ടിൽ സ്ഥലം കിട്ടാണല്ലോ പൈസ അവനെ. എനിക്ക് കൊട്ടിയില്ല എടുത്തിട്ട് അതാകുമ്പോ നല്ല ഉണ്ണി എടുത്തിട്ടുണ്ട്. ബാറിൽ വെക്കാനവിടെ ഫുള്ളാക്കിയ പാറ് എത്ര മണിക്ക് കൂട്ട് വെച്ചോടാ. എത്ര മണിക്ക് ക്ലോസ് ചെയ്യാ? അപ്പുറം സ്ഥലം ഉണ്ടാ? അപ്പുറത്തെ സ്ഥലമുണ്ട് നിങ്ങൾ പറയുന്നു. ചോദിച്ചോക്കടാ അപ്പുറം പറ്റും. ആലോചന തിരിക്കാൻ പറ്റൂല. ആ ബാറില് തീരില്ല അല്ലേ? അപ്പുറം സ്ഥലം ഉണ്ടാ? പാർക്ക് അവിടെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, ആടെ കുടുങ്ങിയ അവിടെ ഫുള്ളാണ്. അല്ലല്ല അങ്ങോട്ടേക്ക് പോട്ടെ. ഈ വേടെ പോട്ടെ. ബേക്കൽ ഇറങ്ങി വരേണ്ടി വരും ഉണ്ണി. ഇത്രയും പോയതെറ്റും ബേക്കല്ലോ. ഇവരോട് മെല്ലെ ചോദിച്ചു നോക്കിയാ മേലെ തന്നെ അവിടെ സ്ഥലം ഉണ്ടോ. ആ മുകളിൽ വെക്കാം നമുക്ക്. ഇല പോയാലും മുകളിലാന്ന് എത്തുക. ഫോർച്യൂണറാ ഓകറെ കൊണ്ട് തോറ്റി ഞാൻ കുനിഞ്ഞിരുന്നു മടുത്തു. ആടെയുണ്ട്, സ്ഥലമുണ്ട്. അതാണ് ആടെ ഗ്യാപ്പ് കാണില്ലേ സ്വിഫ്റ്റിന്റെ അങ്ങേപ്പുറത്ത്. എന്നാ ഈ പൊട്ടം കഴിക്കുന്നത് ആ സ്വിഫ്റ്റിന്റെ അപ്പുറത്ത് നോക്കടാ. ആ ഇങ്ങേപ്പുറത്തും ഗ്യാപ്പ്, ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഇട വെക്കടാ. ഫ്രണ്ടിലോട്ടൊക്കെ വെക്കുന്നത്. അയാൾ എവിടെ വെച്ചാൽ നമുക്കെന്നാ നമുക്കൊരു സ്ഥലം എന്തായാലും ഒഴിഞ്ഞിട്ട് നീ കേറ്റ് അങ്ങോട്ട് കയറ്റി. നീ അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല വണ്ടി വെക്കെ. പിന്നെ നമ്മളിങ്ങനെ 10 മണി വരെ ഇങ്ങനെ നടക്കും. ഓർ ഈ വണ്ടിക്ക് അട്ടറുന്നോ ഓർക്കെന്തോ കുഴപ്പാടാ. ഓട് അടിച്ചിട്ടുണ്ടാവും. ആ ഓറത് എല്ലാവരും ഒന്നല്ലേ പറയുന്നുണ്ട്. എന്തെങ്കിലും പറയാം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ നോക്കാം. ആളെ മുമ്പിലാണ് ഹലോ ഗൈസ്, നമ്മൾ പ്രശ്നെത്തി. നല്ല തിരുത്താണ്. ആ അതെ അതെ, ഇവിടുത്തെ ചെയ്യാല്ലേ. ആ ചെറിയ ഉത്സവം. നല്ല തിരക്കാണ്. ഇത് നമ്മുടെ വീട്ടിൽ ബോയ്സ് ആൻഡ് ഗൈസ് നല്ല തിരക്കാണ്. മുത്തപ്പൻ കണ്ട തിരക്കാണ്. ഭയങ്കര തിരക്കാ. വണ്ടി വെക്കാൻ തന്നെ സ്ഥലമില്ല അല്ലേ. കളിപ്പാട്ടെല്ലാം ഉണ്ട്.
ഇവിടെ കുന്നത്തുപാടി എപ്പോ തുടങ്ങുന്നത്? ഡിസംബർ ആയില്ലേ? ഒടുക്കത്തെ തിരക്കാല്ലേ? ആ എല്ലാരും കാണാനല്ലോ. ചോളം കളിപ്പാട്ടം മേടിക്കണ്ടേ? ഇതിലേക്ക് പോവാണ്. ഇനി സ്വല്പം ഭർത്തി മാർക്കാകാം. കള്ള മേടിച്ചിട്ട് ഓൻ്റെ അതിൻ്റെ മേടിച്ചിട്ടില്ല. മമ്പയർ കിട്ടിയില്ല. അവില് അവിലും കൊപ്പര തേങ്ങ കൊപ്പര കൊണ്ടുപോയിരിക്കാണ് കുട്ടു. കൊപ്പരക്കള്ള പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുട്ടി കൊള്ളമ്പളമല്ലേ?
ഇപ്പൊ കളിപ്പാട്ടം വേണ്ട. കത്തപ്പൂ പോലത്തെ കിണത്തപ്പം പോലത്തെ അലുവ. ഒന്നും മേടിക്കില്ല. പാമ്പിനെ ഓടിച്ചാലോ? നിങ്ങളുടെ പൈസ തരണം നിനക്ക് മേടിക്കാനോ? ഫ്രെയിമാ? ഏത് ഫോട്ടോന്റെ? ഇത് അടുത്തൊന്ന് പ്ലാൻ എന്നാ പോവാ. ടൈം എത്രയായി? 11:30 അല്ലേ? ഇനി ഹോട്ടലുണ്ടാവാ? ഉണ്ടാവണം. ഉണ്ടാവും അല്ലേ? ടൗൺ ഏരിയ അല്ലേ? എനിക്കതുകൊണ്ട് ശാസ്ത്രപ്പൻ്റെയാ. എടാ ഇതുണ്ട്, ഉച്ചിലോട്ട് പോകാം ഇതിൻ്റെ. ചെകുന്നല്ല. പിക്ചർ മാത്രം ഇതല്ല ഈ ഫ്രെയിം ഇപ്പഴേ വരുന്നോണ്ടേ. ആണോ? എടാ എനിക്ക് പണിക്കാൻ പോണ്ടല്ലോ. ഇപ്പഴേ വരുന്നോണ്ടേ. കൊച്ചമ്മ കൂടി ആണെന്നെല്ലാം കറങ്ങാം. വേണ്ട എനിക്ക് പോണോ? എനിക്ക് പോണോ പണിക്ക്? നിങ്ങൾ നാളെ വെക്കണ്ടേ? ഉണ്ണിക്ക് പൊരി മേടിക്കാൻ പോകാം. ഉണ്ണിനെ വീട്ടിൽ കയറ്റില്ല പറയുന്നത്, പൊരി മേടിച്ചില്ലെങ്കിൽ. ഇത് നമുക്ക് തിന്നേ തൊണ്ടക്കോയല്. ഇതാ ഇണ്ടുമോൻ ഇപ്പം പേരിട്ടേ. ഒന്നും ആരും ഉപദ്രവിക്കില്ല. കണ്ടാ നമ്മളെ ഇതാ ഭയങ്കര കുറച്ചെനിക്ക് പ്രത്യേകത. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിങ്ങനെ പണ്ട് വിരലെല്ലാം ഇട്ടുന്നു അല്ലേ? എന്നിട്ട് ഇവനെല്ലാം 5 എണ്ണം തിന്നേ. 5 വിരല ഇടുക, എന്നിട്ട് 5 എണ്ണം തിന്നു. കാലും കൂടി ഇടാൻ ബാക്കില്ലോ. ആ തിന്നു കുട്ടനെ വിടൂലേ? കുട്ടി കൂട്ടിക്കോ.
എൻ്റെ എടുക്കില്ല മോനെ, ഇതാ അവരെടുക്ക. കണ്ടു നമ്മളവിടെ ചാൻസ് ഇല്ല. വീട്ടിൽ കൂട്ടേണ്ടി വരുവാ. അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ടല്ലോ. 1 2 3 നമ്മള് മാത്രല്ല ലാസ്റ്റല്ലോ. ഇനി ഫുഡ് കഴിക്കണം എവിടെയും പോയിട്ട്. എന്താ അപ്പൂന്റെ വീട്ടില് അപ്പു അപ്പനും കൂടി അബീന്റെ കാറ് ഇതാ അബിയാർന്ന് മൂത്രയ്ക്കുണ്ട്. പാവം അനക്ക് കത്തി വെക്കണ്ടി വരും. ഇനി തുറന്നിട്ടോ അനക്ക് ജാക്കി വെക്കണോ? അതാരാ ജാക്കി? അമ്പലം കാണണം, 2 തെങ്ങ് മാത്രം, 2 ഉണങ്ങിയ തെങ്ങ്. ഇതാണ് അമ്പലം. ടവറിന്റെ ലൈറ്റും ടവറിന്റെ ലൈറ്റ് കണ്ടില്ലേ? ഈ പാലത്തിന്റെ പേരുന്നതിനു ഈ പാലത്തിന്റെ പേര് അഭിമുഖ്. വെക്കാൻ പാടില്ല. പോലീസ് ഒരാളെ മുത്തൂട്ടി വേഗം കീറ്റ് എടുത്തിട്ട് പടഞ്ഞി ഇവിടെ പോരാ ആളെ പിടിക്കാം അല്ലേ? എന്ന് പോലീസ് വരും. ഇവിടെ അധികം നിർത്താൻ പറ്റില്ല. പാലത്തിന്റെ മുകളിൽ നല്ല വ്യൂ ആ, അടിപൊളി വ്യൂ അല്ലേ? നല്ല വ്യൂ അല്ലേ? റിഫ്ലക്ഷൻ ഉണ്ട് നോക്കിയാ വെള്ളത്തിൽ. നീ പിക്കെടുക്ക്. കൂട്ടാണ്ട് അവര് പോയി, കാറെടുത്ത് പോയി. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. അതാ അവര് വരുന്നുണ്ട്. അവരല്ല അഭിയല്ലോ. അഭിയല്ലോ അല്ലേ? ആ ഉണ്ണിയടി ഓഫായി. എവിടെയാ ഉണ്ടേ? ഏ അങ്ങനെയല്ല, എന്നും റൂമാക്കി വെച്ചോ. ഇനി പൊട്ടൂല. പരീക്ഷിച്ചോ എടുക്കട്ടുണ്ടാവും ഇവിടെ. ആ പൊളിച്ചൊക്കെ ഉണ്ടാവും. അടിയൊന്നും കിട്ടുന്നില്ലപ്പാ. അവിടെ ഒറ്റ പടിയില്ല. ഇങ്ങനെ നീലേടാ കിട്ടുന്നില്ല പോലെ ഇന്ത്യയിൽ കിട്ടുന്നതാ. ഫോട്ടോ എടുത്തില്ല. എന്റെ മോനെ ഇത് നീന്തി കടന്ന ചങ്ങായി നമ്മളെ പോയത് കൊണ്ട് വെച്ചത് അതെനിക്കറിയാം. ആ എന്നാ വലിയ വളം തുള്ളി തലയടിയാ പൊട്ടുന്നുണ്ടാ? കിട്ടുന്നില്ലേ? മയ്യായി പോയാ മയ്യായി പോയത്. പിന്നേതാ? മാഹിപ്പോയാ? നമ്മള് പോയാണ്. കേട്ടാരും
കോപിക്കേണ്ട. ഓട്ടെന്നുള്ളിൽ പകം പറയും, അത് കേട്ടാലും കോപിക്കാൻ വേണ്ട. അഥവാ ആരും കോപിച്ചാലും അതിലൊരു നമ്മള് ചോരത്തിലാറ്റത്തിപ്പോടാ. നമ്മള് കണ്ണൂരിൽ നിന്ന് മറ്റേ പറശ്ശിനിക്കട നേരെ വയനാടൊക്കെയാണ് വിട്ടത്. ലൈറ്റ് ഹൗസ് മുണ്ടെടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞേ. മട്ടന്നൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. വീട്ടിലേക്ക് പോവാണ്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്. ഞാൻ 12:20 വരെ ഏട്ടന്റെ ബസ് വരാൻ വേണ്ടി കിടന്നില്ല. സന്തോഷം സന്തോഷം. കുട്ടുവിന്റെ കസ്റ്റമേഴ്സ് ഇടിയുണ്ട് എന്ന് പറയുന്നു. ആ കുട്ടു ഇപ്പൊ സാരി ഉടുത്ത് ചേട്ട കെട്ടിക്കും. കൈ ഇങ്ങനെ വറക്കുന്നു 12 മണിക്ക്. എടിണ്ടാവുന്നു ഏടാ ആരും പറയണ്ട, നാളെ അപ്പൊ വരുവേ. പറയല്ല. അപ്പൊ ഇതിന്റെ ലീവ് തുറക്കടാ. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് പോവാ. ഓക്കെ ബൈ. ഇവിടെ ഗായ്സ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവാണ്. സമയം 1:30 രാത്രി 1:30. ഇനി അടുത്ത ദിവസം കാണാം. ബൈ.